ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം ഏറെ ദിവസമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ദ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ഞാൻ പരിചയപ്പെടുത്തുമെന്ന്. അതെന്താണ് ദ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ? ഇത് കാരണം അമേരിക്കയ്ക്ക് എന്ത് പ്രയോജനം ഉണ്ടാകും എന്നതിനേക്കാൾ അമേരിക്ക എങ്ങനെ പല രാജ്യങ്ങൾക്ക് സമ്മർദ്ദം ചെലുത്താൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിലെ ഒരുപാട് പേർക്ക് അമേരിക്കയിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അമേരിക്കയിൽ സമ്പാദിച്ച് സ്വന്തം വീട്ടിലേക്ക് പണം അയക്കണം, എല്ലാവരെയും സമ്പന്നരാക്കി മാറ്റണം, കുടുംബം ഇനി കഷ്ടപ്പെടാൻ പാടില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇവയ്ക്കെല്ലാം അമേരിക്ക ഒരു വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഇന്ത്യക്ക് ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. പറഞ്ഞു വന്നാൽ മുഴുവൻ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും ഇതൊരു പ്രശ്നം തന്നെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യ ഇതെങ്ങനെ നേരിടും? മറ്റു രാജ്യങ്ങൾ ഇതെങ്ങനെ നേരിടാൻ പോകുന്നു? ഇത് കാരണം നമുക്ക് ഭാവിയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും? ഇവയെല്ലാം വളരെ വ്യക്തമായി ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോവുകയാണ്. അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഡൊണാൾഡ് ട്രംപ് ഒരു ബിസിനസ്മാൻ ആണെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും വീണ്ടും പറയുകയാണ്, അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആണ്. ഡൊണാൾഡ് ട്രംപ് തിരികെ എത്തിയപ്പോൾ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന മുദ്രാവാക്യത്തോടു കൂടിയായിരുന്നു അദ്ദേഹം അമേരിക്കയിലേക്ക് തിരികെ എത്തിയത്. ഇവിടെ അമേരിക്ക മഹത്തരമാകണമെങ്കിൽ അതിനായി അദ്ദേഹം നൽകിയിട്ടുള്ള നിയമം അമേരിക്കയുടെ പണം അമേരിക്കയിലേക്ക് തന്നെ വരണം, അമേരിക്കയുടെ പണം അമേരിക്കൻ ജനതകൾക്ക് ലഭിക്കണം, അമേരിക്കയുടെ കമ്പനി അമേരിക്കക്കാർക്ക് വേണ്ടി മാത്രം എല്ലാം നിർമ്മിക്കണം. ഇതാണ് അദ്ദേഹത്തിന്റെ എൻറ്റയർ പദ്ധതി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ പദ്ധതിയിലൂടെ തന്നെ അദ്ദേഹം പല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് സ്വന്തം രാജ്യത്തിനു വേണ്ടി തന്നെ. കേൾക്കുമ്പോൾ ഇത് നല്ല കാര്യമായി തോന്നാം, സ്വന്തം രാജ്യത്തിനു വേണ്ടി അദ്ദേഹം ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കാം. എന്നാൽ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതൊരു രാജ്യവും ഇവിടെ സ്വയം പര്യാപ്തമല്ല. സത്യത്തിൽ ഈ സ്വാശ്രയത്വത്തെ തകർത്തത് തന്നെ ഒരു ഘട്ടത്തിൽ അമേരിക്കയാണ്. വേൾഡ് ബാങ്ക് തുടങ്ങിയതായിക്കോട്ടെ, IMF കൊണ്ടുവന്നതായിക്കോട്ടെ, വേൾഡ് എക്കണോമിക് ഫോറം കൊണ്ടുവന്നതായിക്കോട്ടെ, ഇവയെല്ലാം അമേരിക്കയുടെ ചൂണ്ടുവിരലിൽ നിന്നും ഉണ്ടായതാണ്. അപ്പോൾ ഇവരെല്ലാം എന്തായിരിക്കും ചെയ്യുക? ഇപ്പോൾ IMF, നിങ്ങളൊരു രാജ്യവുമായി ട്രേഡ് നടത്തുകയാണോ? എൻ്റെ യൂണിയനിൽ വന്ന് ചേരുക. IMF അങ്ങനെയാണ് പറയുന്നത്. വേൾഡ് ബാങ്ക് പറയുന്നത് നിങ്ങൾക്ക് ഇത്ര പണം വേണോ, നിങ്ങൾ എൻ്റെ കൂടെ വന്ന് ജോയിൻ ചെയ്താൽ മതി, നിങ്ങളുടെ എല്ലാ സ്വത്തും എനിക്ക് എഴുതന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പല രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തിയും സംസാരിച്ചുമൊക്കെ ചെയ്യുന്നുണ്ട്. ഈ വേൾഡ് വാർ സെക്കൻഡിന് ശേഷം എല്ലാ രാജ്യങ്ങളും പാപ്പരായിരുന്നു. പക്ഷെ അമേരിക്കയുടെ പക്കൽ മാത്രം ഒരുപാട് പണം ഉണ്ടായിരുന്നു. അപ്പോൾ അമേരിക്ക കൊണ്ടുവന്ന ഈ യൂണിയൻ, ഈ സംഘടനയിലുള്ളവരെല്ലാം അമേരിക്ക പറയുന്നത് കേൾക്കുന്നത് കൊണ്ട് മറ്റു രാജ്യങ്ങൾക്കും ഇപ്പോൾ മറ്റു മാർഗമില്ലാതായി. അമേരിക്ക പറയുന്നത് കേട്ട് നടക്കുകയും ഒരു ഘട്ടത്തിന് ശേഷം ഗ്ലോബലൈസേഷൻ എന്നതിൽ എല്ലാവരും വന്ന് വീഴുന്നു. എന്നാൽ ഇപ്പോ ഈ ഗ്ലോബലൈസേഷനിൽ നിന്നും ആദ്യമായി പുറത്തേക്ക് വരുന്നത് അമേരിക്കയായിരിക്കും. പൊതുവെ ഈ സ്കാം ഇത് ചെയ്യുന്നവരൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആദ്യം ഉള്ളവർ രക്ഷപ്പെടും, അവരെ വിശ്വസിച്ച് ജോയിൻ ചെയ്യുന്നവർ, ചെയിൻ പോലെ ജോയിൻ ചെയ്യുന്നവരെല്ലാം അകപ്പെടും. അതുപോലെയാണ് ആദ്യം ഉണ്ടായിരുന്ന അമേരിക്ക ഈ ഗ്ലോബലൈസേഷനിൽ നിന്നും രക്ഷപ്പെട്ട് വലിയൊരു ശക്തിയായി തന്നെ മാറി. ഇതിനെ വിശ്വസിച്ച ഓരോ രാജ്യവും ഓരോ ചങ്ങലയായി വന്നു കയറിയ മറ്റു രാജ്യങ്ങളെല്ലാം ഇപ്പോൾ അതിനുള്ളിൽ അകപ്പെട്ട് കിടക്കുകയാണ്. മുകളിലുണ്ടായിരുന്ന അമേരിക്ക പറയുകയാണ്, ഞാൻ ഗ്ലോബലൈസേഷനിൽ ഇല്ല. താരിഫ്, എൻ്റെ രാജ്യത്തിന് നിങ്ങൾ എത്ര താരിഫാണ് വിധിക്കുന്നത്? 100% ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ രാജ്യത്തിന് ഞാൻ 100% താരിഫ് നൽകും എന്ന് പറയുന്നു. പക്ഷെ അമേരിക്ക ഇവിടെ മറന്നു പോകുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഓർക്കാതിരിക്കുന്ന ഒരു കാര്യം, അമേരിക്ക നിങ്ങൾ ഒരു ശക്തമായ രാജ്യമാണ്, സമ്പന്ന രാജ്യമാണ്. നിങ്ങളുടെ രാജ്യത്തിലുള്ള സമ്പാദ്യം പോലെയല്ല മറ്റു രാജ്യങ്ങളുടെ സമ്പാദ്യം. നിങ്ങളുടെ ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളുടേത് വളരെ വളരെ കുറവാണ്. ആഫ്രിക്കയിലുള്ള ഒരാളുടെ ജീവിതവും അമേരിക്കയിലുള്ള ഒരാളുടെ ജീവിതവും പൂർണ്ണമായും വ്യത്യസ്തമാണ്. ഒരിക്കലും അതൊന്നാകില്ല. അങ്ങനെ ഒന്നാണ് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അത് അങ്ങനെയല്ല. ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും മനസ്സിലാകും. പക്ഷേ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതേയില്ല. അദ്ദേഹം പറയുന്നത് എല്ലാവരും ഒന്നാണ്, ഞങ്ങൾ വളരുന്ന രാജ്യമാണ്, ഞങ്ങളും പാപ്പരായ രാജ്യമാണ്, ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. സത്യത്തിൽ ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഒരു വലിയ നാടകം തന്നെ ക്രിയേറ്റ് ചെയ്ത് താരിഫ് എന്ന യുദ്ധം തന്നെ തുടങ്ങി വെച്ചു. ഈ ഒരു യുദ്ധം തുടങ്ങി വെച്ചതോടുകൂടി ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചു. ഇന്നലെ പോലും ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതാണ്, ഇന്ത്യ സീറോ താരിഫിനായിട്ടുള്ള ശ്രമങ്ങൾ എടുക്കുകയാണ്. അതിനാൽ ടിം കുക്കിനെ നോക്കി, ആപ്പിൾ ഇന്ത്യയിൽ ഇനി നിർമ്മിക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ ഇതെല്ലാം അവസാനിപ്പിക്കണം എന്ന് പറയുന്നു. ഇതിന് ജയശങ്കർ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഇതൊക്കെ ഒരാൾക്ക് മാത്രം തീരുമാനിക്കാൻ കഴിയുന്ന കാര്യം അല്ല. എന്നാൽ പിന്നീട് ഡൊണാൾഡ് ട്രംപ് പറയുകയാണ്, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന്. ഇതുപോലെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ മറ്റൊരു കാര്യം, ഞാൻ ട്രേഡ് കാണിച്ച് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ അവസാനിപ്പിച്ചു, സീസ് ഫയർ ഉണ്ടാക്കി, ഞാനാണ് ഈ സീസ് ഫയർ ഉണ്ടാകാൻ തന്നെ കാരണം എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു.
അടുത്ത 2 ദിവസത്തിൽ നേരെ തിരിഞ്ഞ് ഞാൻ അങ്ങനെയൊന്നും സംസാരിച്ചിട്ടേ ഇല്ല എന്നും പറയുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും അദ്ദേഹം താരിഫിന്റെ ഭാഗത്തേക്ക് വന്നിരിക്കുന്നു. അതിൽ ഒന്നാണ് ദ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ, 5% റെമിറ്റൻസ് ടാക്സ്. ആദ്യം ഈ റെമിറ്റൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. വേൾഡ് ബാങ്ക് അവരുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ റെമിറ്റൻസ് എന്നത് നമ്മൾ ജോലി ചെയ്യുന്ന ഒരു രാജ്യത്തിൽ നമുക്ക് അവിടെ നിന്നും പണം ലഭിക്കും. ആ പണം നമ്മൾ എപ്പോഴാണോ നമ്മുടെ മാതൃരാജ്യത്തേക്ക് അയക്കുന്നത് അതിനെയാണ് റെമിറ്റൻസ് എന്ന് പറയുന്നത്. ഏത് കുടുംബത്തെ വേണമെങ്കിലും എടുത്തു നോക്കാം. അവിടെ ഏതെങ്കിലും ഒരു വ്യക്തി തീർച്ചയായും വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ടാകും. കടം വാങ്ങി പോയിട്ടുണ്ടാകാം, അവരുടെ സ്വത്ത് വിറ്റിട്ട് പോയിട്ടുണ്ടാകാം, സ്വർണം പണയം വെച്ചോ സ്വർണം വിറ്റോ പോയിട്ടുണ്ടാകാം. ഉള്ള ഭൂപ്രദേശം, വീട് എല്ലാം വിറ്റ് എങ്ങനെയെങ്കിലും ജീവിക്കണം, സമ്പാദിക്കണം, കുടുംബത്തെ നന്നായി നോക്കണം എന്നുള്ള ഏക ലക്ഷ്യത്തോടു കൂടി ഒരുപാട് പേരാണ് വിദേശ രാജ്യങ്ങളിൽ ചെന്ന് കഷ്ടപ്പെടുന്നത്. കഷ്ടപ്പെട്ടാലും കുടുംബം നന്നായിരിക്കണം, അവർ സന്തോഷമായിരിക്കണം എന്ന് കരുതി യുവത്വം പോലും ശ്രദ്ധിക്കാതെ ഒരുപാട് പേരാണ് പല രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് ജീവിതങ്ങൾക്കാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ റെമിറ്റൻസ് ടാക്സ് വിധിച്ചിരിക്കുന്നത്. നിങ്ങൾ അയക്കുന്നത് എത്ര പണം വേണമെങ്കിലും ആയിക്കോട്ടെ, $1000, അതിലൊരു 5% ടാക്സ് അടയ്ക്കണം. 5%. ഞാൻ സമ്പാദിച്ച പണത്തിന് ഞാൻ റെമിറ്റൻസ് ടാക്സ് അടയ്ക്കണം. നമ്മൾ സമ്പാദിച്ചതിന് പോലും നമ്മൾ ടാക്സ് നൽകുക തന്നെ വേണം. ടാക്സ് എന്ന പേരിൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പണത്തിന്റെ ഭൂരിഭാഗവും നഷ്ടപ്പെട്ടു. അവസാനം ഉണ്ടായിരുന്ന ഒരു ചെറിയ തുകയും എടുത്തുകൊണ്ട് നിങ്ങൾ ബാങ്കിലേക്ക് വരികയാണ്, സ്വന്തം വീട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ, വീട്ടിലെ ചിലവുകൾക്കായി അയച്ചു കൊടുക്കാൻ. അപ്പോൾ ബാങ്കുകാർ പറയുകയാണ് 5% റെമിറ്റൻസ് ടാക്സ് ആണെന്ന്. ഈ ടാക്സ് വാങ്ങാൻ നിങ്ങൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഈ ടാക്സ് വാങ്ങി ഞാൻ എൻ്റെ രാജ്യത്തിൽ ചിലവഴിക്കാൻ പോകുന്നു. എൻ്റെ രാജ്യത്തിൽ നിന്നല്ല ഈ പണം പോകുന്നത്. അപ്പോൾ 5% റെമിറ്റൻസ് ടാക്സ് നൽകണമെന്ന് ഡൊണാൾഡ് ട്രംപ് ഇവിടെ പറയുന്നു. നമ്മുടെ ചിലവുകളെല്ലാം പോയി മിച്ചം പിടിച്ച കുറച്ച് കാശ് എടുത്തുകൊണ്ട് വന്നിട്ട് അത് സ്വന്തം വീട്ടിലേക്ക് അയച്ചു കൊടുക്കണമെന്ന് ചിന്തിക്കുമ്പോൾ അതിൽ നിന്നും പലിശ എടുത്തതിന് ശേഷം മാത്രമേ അയക്കാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യന്റെ മാനസികാവസ്ഥ എങ്ങനെ ഉണ്ടാകും? ചിന്തിച്ചു നോക്കുക. ഇതാണ് വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്നത്. ഈ ഒരു ബില്ല് കാരണം അമേരിക്ക വലിയൊരു ശക്തിയായി മാറും. ഇത് കാരണം അമേരിക്കയ്ക്ക് ധാരാളം പണം ലഭ്യമാകും. ആ പണം വെച്ച് ഞാൻ അമേരിക്കയെ നയിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇത് സത്യമാണോ എന്നുള്ളത് നോക്കാം. ആദ്യം ഇന്ത്യക്കാർ, പല രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റെമിറ്റൻസ് ടാക്സിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യക്കാരാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ അവരുടെ മാതൃരാജ്യത്തേക്ക് അയക്കുന്ന പണം, അതായത് ഈ റെമിറ്റൻസ്, ഇത് $129 അമേരിക്കൻ ഡോളറാണ്. അടുത്തത് മെക്സിക്കോ, 68 ബില്യൺ. അതിനുശേഷം ചൈന 48 ബില്യൺ, പിന്നീട് ഫിലിപ്പീൻസ് 40 ബില്യൺ, അവസാനം പാകിസ്ഥാൻ 33 ബില്യൺ. ഇതാണ് വേൾഡ് ബാങ്ക് നമുക്ക് നൽകിയിട്ടുള്ള ഒരു കണക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മൊത്തത്തിൽ ഈ ലോകത്തിൽ 100 രൂപ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് അയക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൽ 14 രൂപ ഇന്ത്യക്കാരായിരിക്കും റെമിറ്റൻസായി നൽകിയത്. അപ്പോൾ 100ൽ 14 പേർ ഇന്ത്യക്കാരായിരിക്കും. അമേരിക്കയെ സംബന്ധിച്ചും ഇതേ അവസ്ഥയാണ്. അമേരിക്കയിൽ നിന്നും പണം അയക്കുന്ന വ്യക്തികളിൽ 27 മുതൽ 30% ആളുകളും ഇന്ത്യക്കാർ തന്നെയായിരിക്കും. ഏകദേശം അമേരിക്കയിൽ 54 ലക്ഷം ഇന്ത്യക്കാരുണ്ട്. അതിൽ 33 ലക്ഷം ഇന്ത്യൻ വംശജരാണ്, പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻസ്. അപ്പോൾ ഇവർ തീർച്ചയായും അവരുടെ മാതൃരാജ്യത്തേക്ക് പണം അയക്കും. ഇവയിൽ നിന്ന് 5% റെമിറ്റൻസ് ടാക്സ് നൽകണം. ഈ റെമിറ്റൻസ് ടാക്സ് നൽകുന്നത് കാരണം ഇനി മുതൽ നമ്മുടെ രാജ്യത്തിലേക്ക് അയക്കുന്ന തുക കുറയുക തന്നെ ചെയ്യും. ഇപ്പോൾ അമേരിക്ക പറഞ്ഞതുപോലെ നാളെ മറ്റ് രാജ്യങ്ങളെല്ലാം ഇതുപോലെ റെമിറ്റൻസ് ടാക്സ് നൽകണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പണം ടാക്സ് എന്ന രീതിയിൽ മാത്രം മറ്റ് രാജ്യങ്ങളിലേക്ക് നൽകേണ്ടി വരും. അപ്പോൾ നമ്മൾ സമ്പാദിക്കുന്നതിൽ നമുക്ക് ചിലവാക്കാൻ ഒരു തുക പോലും കാണില്ല. നമ്മുടെ രാജ്യത്തിലുള്ള ജനങ്ങൾ പറ്റിക്കപ്പെടുകയാണ്. അവിടെ നിന്ന് ഒരുപാട് പണം വരുമെന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ 5% നമ്മൾ അവർക്ക് തന്നെ നൽകുന്നുണ്ട്. ഇനി ചിലർ ചോദിക്കാം, ഇതിന് H1B വിസ അല്ലെങ്കിൽ L1 വിസ, ഇതിനൊക്കെ ഇത് സാധുവാണോ എന്ന് നോക്കിയാൽ എല്ലാവർക്കും ഇത് സാധുവാണ്. അപ്പോൾ ആർക്കാണ് ഇത് ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ, അമേരിക്കൻ സിറ്റിസൺസ് ആണെങ്കിൽ നിങ്ങൾ റെമിറ്റൻസ് അയക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പണം അയക്കുകയാണെങ്കിൽ ഈ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമേരിക്കൻ സിറ്റിസൺസ് അല്ലാത്ത എല്ലാവരെയും ഒരു രണ്ടാനച്ഛൻ്റെ മകനായിട്ടാണ് അമേരിക്ക ഇവിടെ കണക്കാക്കാൻ പോകുന്നത്. അമേരിക്ക അമേരിക്കക്കാർക്ക് മാത്രമാണ്. മറ്റു രാജ്യത്തിൽ നിന്ന് കഴിക്കാൻ വരികയാണോ, ജോലി ചെയ്യാൻ വരികയാണോ, ചുറ്റിക്കാണാൻ വരികയാണോ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇവിടെ നിന്ന് പണം വാങ്ങി നിങ്ങൾ പോവുക. അമേരിക്കക്കാർക്ക് നൽകുന്ന ഒരു മുൻഗണന നിങ്ങൾക്ക് ഒരിക്കലും ഇല്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അപ്പോൾ ഈ 5% നികുതി കാരണം എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് ചോദിച്ചാൽ, കോടിക്കണക്കിന് അമേരിക്കൻ ഡോളർ അമേരിക്കയ്ക്ക് തന്നെ ലഭിക്കും.
അമേരിക്കയ്ക്ക് ഇവിടെ നല്ലതാണ്, പക്ഷെ ഇത് കാരണം ഉണ്ടാകുന്ന പ്രശ്നം ആഗോളമായി ലോകരാജ്യങ്ങൾക്കെല്ലാം ഒരു വലിയ നിരാശയും ഒരു വലിയ നഷ്ടവും തന്നെ ഉണ്ടാക്കും. പറഞ്ഞു വന്നാൽ ഇപ്പോഴുള്ള ഈ ലോകത്തിന്റെ ഒരു സന്തുലിതാവസ്ഥയുണ്ടല്ലോ, അതിൽ ഡൊണാൾഡ് ട്രംപ് എറിഞ്ഞിട്ടുള്ള ഒരു വലിയ ബോംബാണ് ഈ റെമിറ്റൻസ് ടാക്സ്. ഇത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഓരോ രാജ്യങ്ങളായി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിന്റെ ആഘാതം എത്രത്തോളം വലുതായിരിക്കുമെന്ന്. ഇപ്പോഴത്തേക്ക് റെമിറ്റൻസ് ടാക്സ് എന്താണ്, അത് എന്തുകൊണ്ട് അമേരിക്ക ഇങ്ങനെ ചെയ്തു, ഇത് കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളതെല്ലാം നമ്മൾ അറിഞ്ഞു. ഈ പ്രശ്നത്തിൽ നിന്ന് ഏതൊക്കെ രാജ്യങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു, അല്ലെങ്കിൽ ഈ പ്രശ്നം അമേരിക്ക അവസാനിപ്പിക്കുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം ഭാവിയിൽ കണ്ടറിയാം. ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമായ ലോക ചലനങ്ങൾ എല്ലാം അറിയാനായി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വോയിസ് ഓഫ് വിക്കി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ നിങ്ങൾക്കുണ്ടായിരിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ. അവർക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അവർക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.